ഹായ്, എൻ്റെ പേര് പ്രമോദ് കിച്ചൻ ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ചോറ്റപ്പം. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടാകും എന്താണ് ഈ സാധനം എന്നുള്ളത്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒരു ഉപ്പേരി ആയിട്ട് കൂട്ടി കഴിക്കാവുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണിത്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ രേഖപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചോറ്റപ്പം. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് ഒരു മുറി തേങ്ങ ചിരകിയത്, പിന്നെ 5 ഉണക്കമുളക്, അതുപോലെ തന്നെ ഒരു 10 ചെറിയ ഉള്ളി, കറിവേപ്പില, ഒരു ചെറിയ പച്ചമുളക്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഒരു കപ്പിൽ കുറച്ച് ചോറ്, ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് മതിയാവും. അതുകൂടി ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വേറൊരു പ്ലേറ്റിൽ മാറ്റി വെക്കണം. കുറച്ചെടുത്തിട്ട് ബാക്കി ഉണക്കമുളകും ചെറിയ തേങ്ങയും ചെറിയ ഉള്ളിയും കൂടെ നമുക്കൊരു മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയിൽ അരച്ചെടുത്ത ശേഷം നമുക്ക് ഒരു ചെറിയ ബൗളിലോട്ട് മാറ്റിയ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പച്ചമുളക് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുകൂടാതെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചോറിന് ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് അതിലിട്ട് കൊടുക്കുക. അതുകൂടാതെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമുക്ക് ചെറിയ ചെറിയ തുണ്ടുകളായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതുകൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് ഇത് മിക്സ് ചെയ്ത തേങ്ങയും ഇതിലിട്ട് കൊടുക്കാം. ഇതിലിട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതിൽ ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു വശം ചൂടായ ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ കരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്കതൊരു ബ്രൗൺ കളർ വരുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം നല്ല മണം വരുന്നുണ്ട്, അറിയാം നല്ല. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് ബ്രൗൺ കളർ ആവുന്നവരെ ഈ ഒരു കളറിലാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എല്ലാം ചോറ്റപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. തൈരൊക്കെ ഒഴിച്ച് നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാവുന്ന ഒരു അടിപൊളി ഉപ്പേരിയാണ് ചോറ്റപ്പം. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.